യേശു അത് പാടി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഈ വരാനിരിക്കുന്ന സംഭവങ്ങളെ കണ്ണിൽ കണ്ടുകൊണ്ടാണ് പാടിയിരുന്നതെന്നും, എന്നാൽ അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ തന്നെ പറയുകയാണ്, സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. അപ്പോൾ അങ്ങനെ പ്രവാചകൻ പരിശുദ്ധാത്മാവിലൂടെ പ്രവചിക്കപ്പെട്ടതും ആ പ്രവചനം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിലൂടെ പൂർത്തിയാക്കപ്പെട്ടതും, ആ പൂർത്തിയാക്കപ്പെട്ട സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് ആലപിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് വേറെ ഒരു പാട്ടിനെയും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം. കുറെ പേരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ സങ്കീർത്തനം, ഇന്ന് നമ്മൾ ആ സങ്കീർത്തനമാല ആലപിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അത് പാടും. അപ്പൊ നമുക്കതിന്റെ അർത്ഥം നമുക്ക് ശരിക്കും ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്ക് ആ സങ്കീർത്തനങ്ങളെല്ലാം യേശുവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ചിന്തിച്ചാൽ മതി. സ്വർഗരാജ്യത്തിന്റെ വിസ്മയീയത അതിലൊളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആ സങ്കീർത്തനങ്ങളുടെ കാലഘട്ടത്തിലാണ്, സങ്കീർത്തനങ്ങൾ യേശു ആരംഭിച്ചിരുന്ന യേശുവിന്റെ രഹസ്യ ജീവിതത്തിലെ പ്രധാന കാലഘട്ടമായിരുന്നു ഈ സങ്കീർത്തനാലാപം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈശോ തന്നെ അന്ന് അവൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അപ്പമെടുത്ത് സ്തോത്രഗീതം ആലപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ രണ്ടുപേരും പാട്ടോ അല്ല അവർ പാടിയിരുന്നത്. ആ കാലത്തിന്റെയും ആ രഹസ്യത്തിന്റെയും പ്രകീർത്തനങ്ങളായ 3, 4, 5 സങ്കീർത്തനങ്ങൾ അവർ പാടിയിട്ടുണ്ടാകാം. അത് നമ്മൾ ആഘോഷമായി കുർബാന അർപ്പിക്കുമ്പോൾ അങ്ങനെ കൂടുതൽ പാടി ആ കാലഘട്ടവും യേശുവിന്റെ ജീവിതവുമായിട്ട് നമ്മുടെ മനസ്സ്, ചിന്ത എല്ലാം നാം ഒന്നാകുകയാണ്. അതിനുശേഷം സർവാത്മന കർത്താവേ എന്ന് നമ്മൾ പാടുമ്പോൾ നാം നേരത്തെ തന്നെ പറഞ്ഞു, ഉത്ഥാനത്തെ കുറിച്ചാണ്. ഉത്ഥാന ഗീതം എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ സിറോ മലബാർ കുർബാന ക്രമത്തിൽ പഴയ പള്ളികളിലെല്ലാം വിരി 2ആയി മാറുന്നു. അതിന് 2-3 അർത്ഥമാണ്. ഇത് കേട്ടോ. ശമൂലെന്നാൽ യൂദൻ, 31-ാം പേജിൽ. ശമൂലെന്നാൽ യൂദൻ നിയമം ചാർത്തും തിരശീലകളാനന്ദൻ മിശിഹായവനെ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. അതായത് പഴയ നിയമം വരാനിരിക്കുന്ന പുതിയ നിയമത്തിന്റെ നിഴൽ മാത്രമാണ്, അഥവാ കൽപ്പനകളല്ല തന്നെ. എന്നാൽ ആ നിയമത്തിന്റെ തിരശീലയാകുന്ന ഈ മദ്ബഹായിന വിധി ഇപ്പോൾ യേശു വന്നതിലൂടെ അത് വെളിവാക്കപ്പെട്ടു, അത് മുറിച്ചു. ഇനി നമ്മൾ യേശുവിന്റെ ജീവിതത്തിലൂടെ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുക. അതിനു മുൻപുണ്ടായിരുന്ന ആ നിയമത്തെ മുഴുവനും പൂർത്തീകരിച്ചുകൊണ്ടാണ് യേശു വന്നിരിക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ. അപ്പൊ നിയമം പാലിക്കണം. നിയമത്തെ അസാധുവാക്കാനല്ല വന്നത്, പക്ഷേ ആ നിയമത്തിന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ യേശുവിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയുള്ളൂ. അപ്പൊ എന്താ, നിയമം കഴിഞ്ഞോ? നിയമം വേണ്ടയോ? അല്ല, നിയമം പ്രവാചകന്മാരിലൂടെ പ്രഘോഷിക്കപ്പെട്ട നിയമം യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയുള്ളൂ. യോഹന്നാന് ശേഷം എന്തുണ്ടായി? യേശു വന്നിരിക്കുന്നു. യേശു എന്തിനു വന്നിരിക്കുന്നു? ഈ മദ്ബഹായിൽ നമ്മൾ പ്രവേശിപ്പിക്കാൻ. അപ്പോൾ ഉത്ഥാനഗീതം അഥവാ യേശുവിന്റെ മാമോദീസ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. ജോർദാൻ നദിയുടെ തീരത്ത് യേശു നിൽക്കുന്നു. ആ യേശു പ്രപഞ്ചം മുഴുവനും വേണ്ടി പാപത്തെ ഏറ്റെടുക്കാൻ ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാൻ
പാപികൾക്ക് സ്നാനം കൊടുത്തിരുന്ന ആ പാപികളുടെ ക്യൂവിൽ യേശു അവരുടെ കൂടെ പോയി നിൽക്കുകയാണ്. എനിക്കും സ്നാനം തരാം. ഒന്ന് ആ ചിന്ത നോക്കി. സ്നാപകൻ യേശുവിനെ അങ്ങ് എന്തായി കാണിക്കണം? അങ്ങ് എന്നിൽ നിന്ന് ഞാൻ സ്നാനം സ്വീകരിക്കാൻ പറയുന്നു. ഞാൻ അങ്ങിൽ നിന്ന് സ്നാനം സ്വീകരിക്കും. ഇല്ല, ഇപ്പൊ നീ ഇത് ചെയ്യേ, എല്ലാ നീതിയും പൂർത്തിയാകാൻ വേണ്ടി. അങ്ങനെ യേശു ആ പാപികളെല്ലാവരും മുങ്ങിയ ആ പാപജലത്തിൽ യേശു മുങ്ങി. യേശു മുങ്ങി തന്നെയാണ് ഇരിക്കുന്നത്? അല്ല, യേശു പൊങ്ങി. ഇവിടെ തന്നെ യേശു വരാനിരിക്കുന്ന പാപത്തിനെ മുഴുവനും സ്വീകരിച്ചുകൊണ്ട്, പാപത്തിന് വേണ്ടി മരിച്ചുകൊണ്ട് ഉയർക്കുന്നതിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞോടെ. അങ്ങനെയാണ് ഈശോ സ്വർഗം തുറന്നിരിക്കുന്നു. ആ സ്വർഗം തുറന്ന സമയത്ത് ഇത് വിസിബിളായിട്ട് ഈ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ക്രോണോളജിക്കലി ആ നിമിഷം മറ്റ് എന്നും സ്വർഗം തുറന്ന് വിസിബിളായിട്ട് കാണിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെ ഇതാ പുത്രൻ തമ്പുരാൻ, ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ, ഈ പൂഴി മണ്ണിൽ മനുഷ്യനോടൊപ്പം നിൽക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, പിതാവിന്റെ ശബ്ദം. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ബോഡിലി ഫോമിൽ വന്നിരിക്കുന്നു. അതാണ് പ്രത്യക്ഷീകരണം. ഇതെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ടാണ് ഈ മധുബഹായിലെ വിരി മാറുന്നതും മധുബഹായിലേക്ക് പ്രവേശിക്കുന്നതും. അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇനി യേശു സർവാധിപനായി മാറിയിരിക്കുന്നു. ആ സർവാധിപനാം കർത്താവെ എന്ന് നമ്മൾ പാടുമ്പോൾ, അത് 3 പ്രാവശ്യം നമ്മൾ എടുത്ത് പാടുമ്പോഴാണ് ആ ഉത്ഥാനത്തിന്റെ സർവശക്തിയെ നമ്മൾ ഉൾക്കൊള്ളണം. കാരണം നമ്മൾ പറയുന്നത് ലിറ്റർജിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കലി യേശു ജനിച്ചു, യേശു വളർന്നു, യേശുവിന്റെ വളർച്ച, യേശുവിന്റെ പിതാലോകത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇന്ന് നമ്മൾ യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷകൾ എല്ലാം ഉടനീളം തുടിച്ചു നിൽക്കുന്ന ശക്തി ഉത്ഥാനത്തിന്റെ ശക്തിയാണ്. ആ ഉത്ഥാനത്തിൽ പ്രവർത്തിച്ച ത്രിത്വൈക ദൈവത്തിന്റെ ശക്തിയാണ് ഈ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയുടെ അവസാനം സർവാധിപനം പാടി കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം ഉള്ള പ്രാർത്ഥന ഇതാണ്: കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാണ്. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉത്ഥാനത്തിന്റെ അനുഭവത്തെ വിശ്വസിക്കുക. ഇനി രാസകുർബാനയിലുള്ള മറ്റൊരു പ്രത്യേകമായ ശുശ്രൂഷയാണ് ശ്ലീവാ ചുംബനം. അപ്പോൾ ഈ ഉത്ഥാനം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഉത്ഥാനം ലഭിക്കണമെങ്കിൽ കുരിശ് വേണം, മരിക്കണം. എപ്പോഴും നമ്മൾ കുരിശിനെ കാണുന്നത്, അല്ലെങ്കിൽ എപ്പോഴും കുരിശിനെ കാണുമ്പോൾ, മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉടനെ ചിന്തിക്കേണ്ടത് ഉത്ഥാനത്തിന് വേണ്ടിയാണ് നമ്മൾ മരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി. ലാസറിനെ ഉയർപ്പിക്കണം, ഉയർപ്പിന്റെ അനുഭവം തരണം. എങ്കിൽ ലാസറിന് എന്തുണ്ടാവണം? മരണമുണ്ടാവണം. എന്നപോലെ നമ്മൾക്ക് യേശുവിന്റെ സർവാധിപ ശക്തിയുടെ ആ ഉത്ഥാനത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എന്ത് വേണം? നമ്മൾ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാണ്. അപ്പോ ശ്ലീവാ ചുംബനം എന്ന് പറഞ്ഞാൽ ആ മരിച്ച യേശുവിനെ ചുംബിക്കുന്ന
സുവിശേഷ പ്രഘോഷണ കാലഘട്ടത്തിലെല്ലാം ഈശോ പറയാറുള്ള ഒരു കാര്യമാണ് ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ്. ടേക്ക് അപ്പ്. അപ്പൊ ഈശോയുടെ ഈ കുരിശ് നമ്മൾ ചുംബിക്കുന്നതോടെ നമ്മൾ ഈ യേശുവിന്റെ ആ രക്ഷാകര ജീവിതവുമായിട്ട് നമ്മൾ സാക്ഷാൽ മുന്തിരിച്ചെടിയുടെ ശാഖയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ നമ്മൾ മാമോദീസായിലൂടെ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വിസ്മരണീയമായിട്ടുള്ള ഗാനത്തിലൂടെയാണ് ഈ സങ്കീർത്തനങ്ങൾക്ക് ശേഷം യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ശ്ലീവാ ചുംബനത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ മാമോദീസായിലൂടെ യേശു തനിക്ക് ലഭിക്കാനിരിക്കുന്ന ശ്ലീവായെ ചുംബിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. യേശുവിന്റെ മാമോദീസായിൽ മനുഷ്യന്റെ പാപത്തിൽ മുങ്ങിയപ്പോൾ തന്നെ യേശു വരാനിരിക്കുന്ന പീഠാനുഭവത്തെ സ്വീകരിക്കുകയാണ്. യേശു ഓരോ സങ്കീർത്തനങ്ങൾ പാടിയിരുന്നപ്പോഴും ഈ വരാനിരിക്കുന്ന, അതാണ് യേശു കുരിശിൽ കിടക്കുമ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും നാളും പാടിയിരുന്ന സങ്കീർത്തനത്തിൽ അത് തന്നെയാണ് ഈശോ വീണ്ടും പാടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ശ്ലീവായെ ചുംബിച്ചുകൊണ്ടാണ് യേശുവിന്റെ ജീവിതം മുഴുവൻ. നമ്മളും ഇവിടെ നാഥനിലെന്നും നമ്മുടെ ഹൃദയം, പേജ് 18, നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും, ശ്ലീവാ നമ്മൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാണ്, രക്ഷിതമായത് വഴിയായി മധ്യഗണം കർത്താവേ. കുരിശിൽ നമ്മൾക്കെന്നും ശക്തിയെയും കോട്ടയുമായി, ദുഷ്ടനെയും അവൻ കെണികളെയും അതുവഴി നാം തോൽപ്പിച്ചിരട്ടെ. ഇപ്പൊ നമ്മള് ശുശ്രൂഷയിലൊക്കെ കുരിശെടുത്തുകൊണ്ട് ഡെലിവറൻസ് പ്രാർത്ഥനയൊക്കെ നടക്കും, മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ കുരിശെടുത്ത് കുരിശ് കണ്ടാൽ ഓടും എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലും കുരിശുണ്ടാകും. അതിനെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ശക്തി വരുന്നത്. ശരണം ഞങ്ങൾ തേടിയിടുന്നു തിരുനാമത്തിൽ. അപ്പൊ ഇങ്ങനെ ഇതിൽ 3-4 സ്റ്റാൻസയിൽ നമ്മൾ ഇത് പാടി കുരിശിന്റെ ആ മഹോന്നതമായ ശക്തിയിലൂടെയാണ് യേശു പ്രപഞ്ചത്തെ വീണ്ടെടുത്തത് എന്നുള്ളത് ഒരു വലിയ രഹസ്യത്തിന്റെ, ആ രഹസ്യം നമ്മുടെ ആത്മാവിനെ കയറും. പിന്നെ നമുക്ക് ഈ കുരിശ് കണ്ടാൽ പേടിയില്ല. കുരിശ് കണ്ടാൽ അത് ചുംബിക്കും. എന്ത് കുരിശ്? ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ കുറെ വഴക്ക് പറഞ്ഞു, നമ്മുടെ ഭാര്യ ഭർത്താവ്, ഉടനെ എന്ത് ചെയ്യണം? തിരിച്ച് 2 വഴക്ക് പറയാൻ എന്താ ചെയ്യുക? ആ വഴക്കിനെ ചുംബിക്കണം, ആ അരിശത്തെ ചുംബിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമുക്കിതൊരു ഡെയിലി എക്സ്പീരിയൻസ് ആയി മാറും. ഇത് ചില സമയത്ത് എങ്ങനെ ചില കാര്യങ്ങൾ ചുമ്മാ ഒരു കാര്യമില്ലാതെ വഴക്ക് പറയണം. പെട്ടെന്ന് ആ സമയത്ത് നമുക്കിത് മനസ്സിലാക്കണം, ഇതൊരു ശ്ലീവാ ചുംബനത്തിന്റെ സമയമാണ്. ഇതെനിക്ക്, അതാണ് യേശയ്യ 53 പറയുന്നത്. അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായി. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഇതാണ്. അപ്പൊ ഈ ശ്ലീവാ ചുംബനത്തിലൂടെ വലിയ ഒരു ക്രിസ്തു അനുഭവമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ ഈ രാഷ്ട്രകുർബാന ശ്ലീവാ ചുംബന സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്ന പോലെ നമ്മളും ആ യേശുവിനെ, ഇറ്റ്സ് എ കമ്മ്യൂണിയൻ, ഹോളി കമ്മ്യൂണിയൻ, കമ്മ്യൂണിയൻ വിത്ത് ദ ക്രോസ്. എന്നാലേ നമുക്ക് റിസറക്ഷനുമായിട്ട് ഒരുപാടാൻ പറ്റും. ആ ക്രൂഷ്യൽ പോയിന്റാണിത്. ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്. ആ ബോധ്യത്തോടു കൂടി നമ്മൾ വന്ന് ഈശോ ആ മാമോദീസായ ജലത്തിൽ ആ പാപികളുടെ വെള്ളത്തിൽ മുങ്ങിയ പോലെ, അതിനെ ചുംബിച്ച പോലെ, ഈശോ വരാനിരിക്കുന്ന പുരുഷനെ സ്നേഹത്തോടെ സ്വീകരിച്ച പോലെ നമ്മൾ ഈശോയുടെ ഈ കുരിശിനെ ചുംബിക്കുമ്പോൾ വാസ്തവത്തിൽ ഈശോ നമ്മളെ ചുംബിക്കുകയാണ് ചെയ്യുന്നത്. ജീസസ് ഈസ് കിസ്സിങ് us. അങ്ങനെ നമ്മൾ
വിശദീകരിച്ച് പോയാൽ എന്നാലും ഇത് പ്രത്യേകം ഒന്ന് രണ്ട് കാര്യം പറയാം. ഇനി ഒരു കാര്യം കൂടി ഇത് പറഞ്ഞോട്ടെ. ഇനി വചനം നമ്മളിവിടെ പഴയ നിയമം വായിക്കുന്നു, പുതിയ നിയമത്തിൽ ലേഖനങ്ങൾ വായിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ഗീതത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടു. പിന്നെ സുവിശേഷം വായിക്കുന്നതിന് മുൻപ് യേശുവിന്റെ വചനമാണ് നമ്മളിലേക്ക് നൽകിയ ആദ്യത്തെ ക്രിസ്തു അനുഭവം. എന്തുകൊണ്ട് നമ്മുടെ ക്രിസ്തു അനുഭവം ഉണ്ടാകുന്നത് മാതാവിനോട് നമ്മുടെ പ്രാർത്ഥനയുടെ തന്നെ ആരംഭം എന്താ? കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അപ്പോൾ മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി. അതായത് ദൈവവചനവും പരിശുദ്ധാത്മാവും എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവിടെ ക്രിസ്തു രൂപപ്പെടുന്നു. മറിയത്തിന്റെ ഗർഭത്തിൽ വചനം വരികയും പരിശുദ്ധാത്മാവ് വരികയും ചെയ്തപ്പോൾ അവിടെ ക്രിസ്തു ഉരുവായ പോലെ തന്നെ ഈ വിശുദ്ധ കുർബാനയിലൂടെ ആ യേശു താൻ തന്നെയാകുന്ന വചനത്തെ, അത് വിസ്മയീയതയുടെ വലിയ ഒരു രഹസ്യമാണ്. താനാ